ഹായ് ഹൈ നമസ്കാരം. വേണ്ട എല്ലാത്തിനും നമ്മളെ പേടിയാണ്. നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളല്ല ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഞങ്ങൾ പെട്ടെന്ന് എന്തോ തട്ടുകടയൊക്കെ നമ്മുടെ എന്താ കൊള്ള സങ്കേതം. യെസ് ബോസ്. ഇനി ബോസ് എന്ന് വിളിക്കണ്ട, ജോസ് എന്ന് വിളിച്ചാൽ മതി. യെസ് ജോസ്. നീ തട്ടുകട നടത്തുന്നത് ഞാൻ വെറും ബൈജു ജോസ് മാത്രം. അപ്പോൾ ഞങ്ങൾ കൊള്ള സങ്കേതമൊക്കെ പൂട്ടി. അതിനിപ്പോൾ കൊറോണയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് മാസ്ക് ഇല്ലാണ്ട് ഒരു പണി നടക്കണില്ല. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പിടിച്ചോറിയും കൊള്ളയും കള്ളക്കടത്തും ഇതൊന്നും നടക്കണില്ല. അപ്പോൾ ഞങ്ങളൊരു തട്ടുകട ഇട്ട് എങ്ങനെയെങ്കിലും ജീവിക്കണമല്ലോ. അപ്പോൾ പക്ഷെ നമ്മൾ ഈ കൊള്ള സങ്കേതം ആയതുകൊണ്ട് നമുക്ക് ഒരിക്കലും വൃന്ദാവനൊന്നും അങ്ങനത്തെ ഒരു പേരൊന്നും ഇടാൻ പറ്റില്ല. അല്ലെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഉണ്ടാക്കാനും പറ്റില്ല. നമ്മൾ ഫുൾ പൊട്ടിച്ചെടുക്കാണല്ലോ. അതെ. അപ്പോൾ ഞങ്ങളുടെ തട്ടുകടയുടെ പേര് പുട്ടും കടലയാണ്. പക്ഷെ ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ഞങ്ങൾ പലരും കുടലെടുത്തിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു കുടൽ വിഭവമാണ് നടക്കുന്നത്. പോട്ടി. ഞങ്ങൾ തമ്മിൽ എപ്പോഴും പോട്ടിയായിരിക്കും. പക്ഷെ ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് പോട്ടിയാണ്. ജഗട ഞാനും അവനും കൂടെ അടിക്ക് വേരിഞ്ച് എന്ന് പറഞ്ഞ പോലെ. അപ്പം പോട്ടി എന്ന് പറഞ്ഞാൽ ഞങ്ങളെ കൊച്ചി കൊള്ള സംഗീതത്തിലെ അവിടുത്തെ ആൾക്കാരുടെ മെയിൻ എന്താ ഇഷ്ട വിഭവമാണ്. പോട്ടിയും പച്ചക്കായും ഇട്ട് വയ്ക്കുന്ന ഒരു കറി, പുട്ടും. വൈകുന്നേരം കൊച്ചിയിലെ പല കടകളിലും പല സായാഹ്നങ്ങളിലും പല കടകളിൽ നിന്നും ആൾക്കാർ വയറ് നിറച്ച് കഴിക്കുന്ന ഒരു സാധനമാണ് പുട്ടും പൊട്ടി. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പുട്ടും പൊട്ടിയും റെഡിയാക്കുകയാണ്. പോട്ടി ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ ആദ്യം പോട്ടി ഇതിൽ വേവിക്കാൻ വെച്ചാണ്. കാരണം കുറച്ച് സമയം എടുക്കും വേഗം. അപ്പോൾ നമുക്ക് അധികം ടൈമില്ലല്ലോ. പണ്ടത്തെ പോലെ കൊള്ള സങ്കേതത്തിൻ്റെ ഇത് പെട്ടെന്ന് കൊടുത്തില്ലെങ്കിൽ ആൾക്കാർക്ക് തട്ട് കിട്ടും. അതാണ് തട്ടുകട എന്ന് പറഞ്ഞാൽ. ചോദിക്കുമ്പോൾ തന്നെ സാധനം കൊടുക്കണം. പിന്നെ നാട്ടുകാരുടെ തല്ല് കിട്ടുന്ന നാണക്കേടല്ലേ. ഒന്നുമില്ല, നമ്മൾ കൊള്ളക്കാരല്ലേ. അതെ, കൊള്ളക്കാർ അങ്ങനെ. അപ്പോൾ നമ്മൾ പോട്ടി എന്താ പറയുക, വെളുത്തുള്ളി, ഇഞ്ചി, വേപ്പില, പച്ചമുളക് എല്ലാം ഇട്ട് എന്താ ഞവടി പോട്ടി വേവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. പിന്നെ പോട്ടി നമ്മൾ വേവിക്കുമ്പോൾ അത് കള്ളത്തരാട്ടോ. സോറി ബോസ്. വേറൊന്നുമല്ല, നമ്മൾ ഈ പോട്ടി എന്ന് പറഞ്ഞ സാധനം ആ മട്ടൻ്റെ ഉണ്ട്, പശുവിൻ്റെ, കാളയുടെ, പോത്തിൻ്റെ ഒക്കെ ഉണ്ടാവും. നന്നായിട്ട് ക്ലീൻ ചെയ്യണം. ഭയങ്കര വൃത്തിയായിട്ട് ക്ലീൻ ചെയ്താലും നമുക്ക് ഭക്ഷ്യയോഗമാകുള്ളൂ. അപ്പം വീട്ടിൽ തന്നെ നമ്മൾ ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാ അഴുക്കും കളഞ്ഞ് ചൂടുവെള്ളത്തിൽ തിളപ്പിച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നമ്മൾ ചെയ്തത് തന്നെയാണ് നമ്മൾ ചെയ്തത്. പറഞ്ഞത് തന്നെ ചെയ്തുകൊണ്ടിരിക്കണം, ചെയ്ത് തന്നെ പറഞ്ഞിട്ടിരിക്കണം. നമ്മളിതുപോലെ തന്നെ ചൂടുവെള്ളത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയെല്ലാം ചേർത്ത് ചൂടുവെള്ളത്തിൽ തിളപ്പിച്ച് ആ വെള്ളം ഊറ്റി കളഞ്ഞ് പുതിയ വെള്ളത്തിൽ ഇതെല്ലാം ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ടിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ക്ലീനാണ്, കഴിക്കാം. ബാക്കി വേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് പച്ചക്ക ഞങ്ങൾ ഇതിൻ്റെ കൂടെ ഇടുന്നുണ്ട്. പിന്നെ തേങ്ങ അരച്ചിട്ടാണ് ഇത് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ തേങ്ങ ഒരു 2.5-3 തേങ്ങ, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, കരിവേപ്പില, വെളുത്തുള്ളി, ചെറിയുള്ളി, വെളിച്ചെണ്ണ, വിനാഗിരി, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. കൊട്ടേഷൻ തുടങ്ങിയാലോ? വേണ്ട, ഇപ്പൊ കഷ്ടപ്പാടല്ലേ. ഞാൻ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അതൊക്കെ നല്ല ആയ കാലത്ത്. ഇപ്പൊ എനിക്ക് പറ്റുന്നില്ല. അപ്പൊ തുടങ്ങിക്കോ. അപ്പൊ വെളിച്ചെണ്ണ ഒഴിക്കാം. ലേശം തേങ്ങ നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. പുട്ടിന് മതിയാ? കുറച്ചും കൂടെ കേട്ടോ. മതി. അപ്പോൾ നമുക്ക് തേങ്ങ വറക്കാം. തേങ്ങ വറുക്കാൻ തുടങ്ങുമ്പോൾ കുറച്ച് ടൈം എടുക്കും. ഉറപ്പായിട്ടും കുറെ സമയം എടുക്കും. അതായത് തേങ്ങ നല്ല കളറിൽ വരണം. നല്ല ബ്രൗൺ കളർ ആകുമ്പോഴേ ബാക്കി മസാലകളൊക്കെ അതിനകത്തേക്ക് ചേർക്കാൻ പാടുള്ളൂ. ബോസേ, എങ്ങാനും ഈ തട്ടുകടേ ചീറ്റി പോവാണെങ്കിൽ നമുക്ക് ഒരു ഗാനമേള ട്രൂപ്പ് തുടങ്ങിയാലോ? അതാ നല്ലത്. അല്ല നമ്മള് തട്ടുകടയില് ഇങ്ങനെ ആൾക്കാർ വരാം. തട്ടുകടയിൽ ഇപ്പൊ ആൾക്കാരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങളിവിടെ ചെറിയ പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ടാണ് ഇവിടെ പലരും വരാത്തതെന്നും ഞാൻ കേൾക്കുന്നത്. അതെ, അവന്റെ പുട്ടും കഴിക്കണം, അവന്റെ പാട്ടും കേൾക്കണം. അങ്ങനെ ഒരു ഗോസിപ്പുണ്ട്. അതുകൊണ്ട് നമ്മളിന്ന് നമ്മളുടെ ഇവളെ കൊണ്ട് പാടിപ്പിക്കുന്നില്ല. അല്ല, പാടിപ്പിക്കുന്നില്ല, സംഗീത പാട്ട് പഠിക്കാൻ വിട്ടിട്ടുണ്ട് നമ്മള്. അത് എന്തായിരുന്നാവോ, അയാളെ തട്ടിക്കൊണ്ടോ സംശയം. അയ്യോ ഇനിയിപ്പോ നമുക്ക് അല്പം മഞ്ഞപ്പൊടി ഇടണം. മഞ്ഞപ്പൊടി ഇട്ട് മല്ലിപ്പൊടി ഇടും. മല്ലിപ്പൊടി
അപ്പൊ കേട്ടോ മല്ലിപ്പൊടി ഇതിന്റെ നടുക്കിട അതിനല്ലേ ഞാൻ ഇവിടെ കുഴിച്ച് വെച്ചേ. അയ്യോ മല്ലിപ്പൊടി മതിയോ? 2 സ്പൂൺ മല്ലിപ്പൊടി മതിയോ? മതിയോ മതി മല്ലിപ്പൊടി അത്ര മതി. അപ്പൊ ഒരു 2.5 സ്പൂൺ ഇട്ടേ. പിന്നെ മുളക് പൊടി പോരെ. ഗരം മസാല മതി. ഗരം മസാല അത്ര പോരെ? കുരുമുളക് പൊടി നല്ല നാടൻ കുരുമുളക് പൊടിച്ച് വെച്ചിട്ടുണ്ട്. 1 2 നമുക്ക് വേണമെങ്കിൽ പിന്നെ പൊട്ടിലിടാം. ലേശം നടുക്ക് വെളിച്ചെണ്ണ വെച്ചിനെ. വെളിച്ചെണ്ണ വെച്ച് കഴിഞ്ഞാൽ ഉപ്പിടണ്ടേ? ഉപ്പ് ഇതിനകത്ത് എന്തിനാ ഇടുന്നേ? ഉപ്പ് ഇതിനകത്ത് ഇടൂലേ? ഇനി ഇത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് ഓഫ് ചെയ്യണം. അപ്പൊ ഇത് നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കണം. അമ്മ ഉണ്ടെങ്കിൽ അമ്മയിൽ അരച്ചെടുത്തു എന്നാൽ പിന്നെ ചൂടോടെ അരക്കാം. പക്ഷെ മിക്സിയിൽ ഞങ്ങൾ അരക്കുന്നോണ്ട് ഇത് തണുക്കണം. അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. ഞങ്ങൾ പൊട്ടീൻ്റെ കൂടെ അല്പം ഏത്തക്കായും കൂടി 1 കിലോ. ഇപ്പം നമ്മൾ ഇതിൻ്റെ അളവനുസരിച്ച് നമ്മളിപ്പോൾ ഒരു 1 കിലോ ആണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റി ഉള്ള സ്ഥിതിക്ക് ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ചേർക്കാം. അപ്പോൾ നമ്മളിതാണ് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു രസം ഉണ്ടാവും, ഒരു കൊഴുപ്പും കുക്കറിൻ്റെ അകത്ത് പച്ചക്കായി ഉപ്പും മഞ്ഞളൊക്കെ ഇട്ട് വേവിച്ചിട്ട് ഞങ്ങൾ പോരെ പൊട്ടിയിടാം അതിൻ്റെ അകത്തേക്ക്. പൊട്ടിയിടണ്ട അല്ലേ? എല്ലാം ഇട്ടോ. എന്നിട്ട് അങ്ങോട്ട് നല്ലതായിട്ട് പൊട്ടി നന്നായിട്ട് വെന്തിട്ടുണ്ട്. പച്ചക്കായും വെന്തിന് അവരെ കഴുകി വൃത്തിയാക്കണം. നമ്മൾ അറിയാത്തവരെ എടുത്ത് ഇങ്ങനെ ഡ്രസ് എടുത്തോണ്ട് വന്നില്ലേ? കണ്ട ഇതാണ് കറക്റ്റ് ഗുണ്ട. നിങ്ങളാണിപ്പം. ഇപ്പൊ എനിക്ക് അഭിമാനം തോന്നുന്നു നിങ്ങളിലെ ഗുണ്ടയെ ആലോചിച്ചിട്ട്. ഇത് ഏതോ അടുക്കളയിൽ നിന്ന് എടുത്തോണ്ട് വന്നു. എനിക്ക് തോന്നുന്നു മിക്കവാറും മറ്റേ ബോസിന്റെ അടുക്കളയിൽ നിന്നാ തോന്നുന്നു. അപ്പൊ നമുക്ക് ഇതിലേക്ക് ആക്കാം. അതെല്ലാം കൂടി അതിൽ പറ്റില്ല. അപ്പൊ ഇതിലേക്ക് ആക്കാം. എടുത്തേ. കൊള്ളാട്ടോ. പുഴുക്കൊക്കെ ഇല്ലേ? ശരിക്കും ഞങ്ങളെ നാട്ടിലില്ലേ, എന്റെ നാട് കൊയിലാണ്ടിയാണല്ലോ, അവിടെ ഇങ്ങനത്തെ പൊട്ടി ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ നമ്മൾ കോഴിപ്പാട്സൊക്കെ വെക്കുന്ന അല്ലാണ്ട് ഇത് കൊള്ളാട്ടെ. ഇനി മസാല ഇടണ്ട. ഇതന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ഇനിയിപ്പോ നമ്മള് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ അല്ലേ? വറുത്തരച്ച തേങ്ങ, അത് നല്ല കൺമഷി അല്ലെങ്കിൽ നല്ല വെളിച്ചെണ്ണ പോലെ നല്ല മെഴുക് പോലെ ആക്കിയിട്ടുണ്ട്. എന്തൊരു ഭംഗിയാ. വരച്ച നമ്മൾ ഇതിനകത്തേക്ക് ഇടാണ്. ഇത് താളിച്ചിടാൻ വേണ്ടിട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഉള്ളി എടുക്ക്. വെളിച്ചെണ്ണ ചൂടാട്ടെ. രണ്ടുപേരും കൂടി കറങ്ങിറങ്ങിയാണ്. നമ്മള് കറങ്ങാൻ നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മള് കറങ്ങാൻ ഇറങ്ങിയ അമ്പോ. ഞങ്ങളുടെ നിങ്ങൾ എന്താ കരളല്ലേ? കരള് കച്ചവടം കണ്ടങ്ങക്കട. പിന്നെ അമ്പ കച്ചവടം എന്ന് വെച്ചാല് പിന്നെ എല്ലാരും പറയുന്നത് നിങ്ങളിടയ്ക്ക് മറ്റേ അവിടെയൊക്കെ പോയി നോക്കി ഏറ്റവും നല്ല ഫുഡ് കിട്ടുന്നത് നമ്മളെ കടയിലാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വിളമ്പാൻ തുടങ്ങിയിട്ടില്ലല്ലോ. ഇനി ഞങ്ങൾ വിളമ്പാൻ തുടങ്ങിയിട്ടില്ല. നിങ്ങള് വിളമ്പാൻ തുടങ്ങണല്ലോ. ഇവിടുന്ന് മണം അടിച്ചു കഴിഞ്ഞാൽ തന്നെ ആൾക്കാർ മതിയാക്കില്ല. ഇതെന്താ സാധനം? എന്താണ്? പൊട്ടി അല്ല ഭായി, നിങ്ങളും പോട്ടിയാക്കി നമ്മളും പോട്ടിയാക്കി കഴിഞ്ഞാൽ എല്ലാം കൂടി നമ്മള് തമ്മിൽ പോട്ടിയാവൂലേ? നിങ്ങളെന്താ പൊട്ടി? കരളും പൊട്ടി സാന്നിധ്യത്തിൽ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. കുഴപ്പമുണ്ടോ? ഞങ്ങളല്ലേ വിരുന്നുകാര്, അപ്പൊ ഞങ്ങളല്ലേ ടേസ്റ്റ്. അത് ഞാൻ നോക്കണ്ടേ? വേണ്ട. നന്നായിരുന്നല്ലേ ചൂട്. നിങ്ങളെനിക്ക് ഇതും കൂടി പൂട്ടിക്കോ ഇങ്ങനെ? ഇതും ഈ ബോട്ടി എന്ന് പറയുന്നത് എന്താണ്? ബോട്ടി എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇന്നർ പാർട്സ് ആണ്. മട്ടന്റെ പുട്ടും ബോട്ടി അല്ലേ കോമ്പിനേഷൻ? പുട്ടും ബോട്ടി അല്ലേ? കൊച്ചിയിലെ പല കടകളിലും കിട്ടുന്ന ഒരു വിശിഷ്ട വിഭവമാണ് പുട്ടും ബോട്ടി. പുട്ടിയും ബോട്ടിയല്ല, അങ്ങനെ പറഞ്ഞാൽ അവസാനം പൂട്ടിക്കൊണ്ട് പോകേണ്ടി വരും. കടയും പൂട്ടി പോകേണ്ടി വരും. അപ്പൊ നമ്മുടെ ഫൈനൽ ടച്ചുകളാണ്. ഐസ്ക്രീം ഒക്കെ കൊടുക്കുന്നുണ്ടോ? പപ്പായ ഐസ്ക്രീം ഒക്കെ അത് ഞങ്ങൾക്ക് കഴിക്കാനാ. നിങ്ങൾക്ക് കഴിക്കാനാണോ? പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ തട്ടുകടന്റെ കൂടെ തന്നെ ഞങ്ങളെ പറഞ്ഞേക്കേ, ഞങ്ങൾ ഈ തട്ടുകടയിൽ നടത്തുന്നോട് ഞങ്ങൾ പാട്ട് പാടുന്നുണ്ട്. അപ്പൊ ഈ പപ്പായിക്കാർക്ക് ഞങ്ങളെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ ഒരു ഞങ്ങൾക്ക് ഇങ്ങനെ ഐസ്ക്രീം ഓഫർ പാടാതിരിക്കാൻ തണുത്ത് പണ്ടാടി ഇവിടെ പറയരുത് ബോസ്. ഇവർക്ക് കുറച്ച് ഐസ്ക്രീം കൊടുത്താലോ? അങ്ങനെയാണെങ്കിൽ തൊണ്ടവേദന മിണ്ടാണ്ടിരിക്കുമല്ലോ. അല്ല, നമ്മുടെ വേറൊരു ബോസ് ഉണ്ടായിരുന്നല്ലോ, ആ ബോസ് അവിടെ പോയി. മറ്റേ ബോസ് ബോസ് ഭയങ്കര തോൽവി. അവിടെ കിടന്ന് ഭയങ്കര കരച്ചിലും ബഹളം ഞങ്ങളെ പാട്ടൊക്കെ കിട്ടും. ബോസിന് ഭയങ്കര ബോസ്. ഭയങ്കര ബോസ്. നമ്മൾ പിന്നെ മൈൻഡ് ചെയ്യാൻ പോയില്ല. അപ്പൊ പറവിടാതെ
ഹായ് മറുപടി. കൈ നൈസായിട്ട് ഒന്ന് ചൂടായി, പേടിക്കണ്ട. എനിക്കൊന്നും പറ്റിയിട്ടുള്ള കൈ കരഞ്ഞാണെങ്കിൽ പോയിട്ട് കൈ ചൂടാവുമ്പോൾ തണുപ്പിക്കാനും നമുക്ക് നമ്മുടെ പപ്പായി. ഓക്കെ, അങ്ങനെ ഞങ്ങളുടെ ആ തട്ടുകടയില് കടുകില്ല? ഇല്ല. ആ അതാണ് ശാസ്ത്രം. ആ ശാസ്ത്രവിധി പ്രകാരം കടുകില്ല പോട്ടി. കടൽ അന്ന് നമ്മൾ ജാർഖണ്ഡിൽ വെച്ചുണ്ടാക്കിയ ആർക്കണ്ട് ആ അതും കൂടി ഇട്ട് ഇളക്കുമ്പോഴുള്ള അതിന്റെ ആ ഫ്ലേവറും കിടുവായിട്ടുണ്ട്. സൂപ്പർ സൂപ്പർ സൂപ്പർ, ഗംഭീരം ഗംഭീരം, അതിഗംഭീരം, ഒന്നും പറയാനില്ല. വാ പോവാ. എവിടെ? ഏ? അല്ലല്ല നമുക്ക് നിർബന്ധമൊന്നുമില്ല അല്ലേ സത്യം? എനിക്ക് നിർബന്ധം ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. തരട്ടെ, ഞങ്ങളുടെ വീട്ടിൽ സ്റ്റവ് ഓഫ് ആക്കിക്കോ. അതെ ടേസ്റ്റ് കഴിക്കോ. ഇനിയിപ്പോ നിങ്ങൾക്ക് ഇവിടെ തിന്നാൻ താല്പര്യമില്ലെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയിക്കോ. അപ്പൊ എന്തായാലും ഞങ്ങളുടെ പോട്ട് റെഡി. ഇനി പുട്ടും കൂടി ഉണ്ടാക്കും. പുട്ടുണ്ടാക്കണം കാണണമെങ്കിൽ ഉണ്ടാക്കി. നിങ്ങളെ പോട്ട് റെഡി അല്ലേ? നമ്മള് പോട്ടാടി. എനിക്ക് ടേസ്റ്റ് ചെയ്യണ്ട, എനിക്ക് ടേസ്റ്റ് ചെയ്യണ്ട, എനിക്ക് ടേസ്റ്റ് ചെയ്യണം, എനിക്ക് ചെയ്യണ്ട. ചേട്ടാ, തിരിച്ചു വെച്ചേരോ. ലിവർ എടുക്ക് ലിവർ. വേണ്ട, എനിക്ക് ആരാ taste ചെയ്യണ്ട. ഇവിടെ ലിവർ എടുക്കണോ? ഇവിടെ വേണമെങ്കിൽ എടുത്ത് ഫ്രൈ ചെയ്ത് ഇവിടെ ഇട്ട് എനിക്ക് ടേസ്റ്റ് ചെയ്യണ്ട. ഇവിടെ തട്ടിക്കൊണ്ട് വന്നതിന്റെ അന്നോട്ട് താണ്ട വിശക്കണം എന്ന് പറഞ്ഞ അവിടെ കിടന്ന് എനിക്ക് ഉണ്ടാക്കണം വിശക്കുന്നുണ്ട്, മുഴുവൻ പക്ഷെ തിന്നണം. എനിക്ക് അത് വേണ്ട. ഓ, അവിടെ എനിക്ക് പോയതല്ലേ? പുട്ട് വേണ്ട ഇനിയും ചേട്ടാ. പുട്ട് വേണ്ടോ? ചേട്ടാ എനിക്ക് പുട്ട് വേണ്ട ചേട്ടാ. വേണ്ട. വേണ്ടേ? വേണം. അവിടെ വന്ന് മൈക്ക് എടുത്തിട്ട് ഇത് കാട്ടിലേക്ക് സ്വാഗതം, അടുത്തതായി കാണുന്നത് കിളി മൂങ്ങാന്നൊക്കെ പറഞ്ഞ് ചുമ്മാ ആങ്കറിങ് തന്നെ. ആര്? ആ പെണ്ണ് ആ പുട്ട് കാര്യം എന്റെ തൊണ്ടയിൽ വെച്ച് വിടും. ആ അതിനൊരു പുട്ടൊന്നും മതിയാവത്തില്ല. എനിക്ക് വേണ്ട ചേട്ടാ. അല്ല പുട്ടല്ല പൂട്ടി. ചേട്ടാ എന്നെ ഒന്നും ചെയ്യല്ലേ ചേട്ടാ. ചേട്ടാ ഞാൻ പാവമാണ് ചേട്ടാ. ഞങ്ങളെ ഗുണ്ടകളാണ്, പണ്ടത്തെ ഗുണ്ടകളാ. ഇപ്പൊ ഞങ്ങളെ ഇതൊക്കെ കൊഴിഞ്ഞില്ലേ, നഖൊക്കെ പല്ലും നോക്കൊക്കെ കൊഞ്ഞു വയസ്സായി ശരീരമൊക്കെ. കഴിക്കോ, കുഴപ്പമില്ല. ഞങ്ങൾ ഓടിച്ചിട്ട് അല്ല വേണ്ട വേണ്ടെന്ന് പറഞ്ഞിട്ട് പുട്ട് 2 മിനിറ്റ് കഴിഞ്ഞാൽ പുട്ടാവും, പക്ഷെ പുട്ടായി ആവുന്നേ ഉള്ളൂ. പച്ചപ്പുട്ട് മതിയോ? ചെന്ന് ടേസ്റ്റ് ചെയ്യണ്ട, തിന്നാൻ കൂടെ വല്ലോ വിശന്നിട്ട് അവിടെ കിടന്ന് ഇനി കരച്ചില്ല. ഇങ്ങനെ അല്ലായിരുന്നു വേണ്ടിയിരുന്നത്. ഇങ്ങനെ മതി, കാട്ടിൽ ഇങ്ങനെയൊക്കെ ഉള്ളു, വേണേ തിന്നിട്ട് പോ. പുട്ടും പൂട്ടിയല്ല പഴുട്ടത്തെ. അയ്യേ നമ്മള് ചൊക്കം കടിച്ച മാങ്ങേണ്ടിയാണ് നമ്മൾ തിന്നണത്. എന്നതാ ചൊക്കം കടിച്ച മാങ്ങാണ്ടി അതെന്നതാ അണ്ണാൻ കടിച്ച മരങ്ങനെ ചൊക്കൻ. മരങ്ങനല്ലോ കൊരങ്ങൻ. ബോസ് അവർക്കും കൂടെ കൊടുക്കും. അതെ, അല്ലെങ്കിൽ ആദിത്യ മര്യാദ കാണിക്കൂ മനുഷ്യ. അല്ല, ആദ്യത്തെ മര്യാദ ഞങ്ങൾ കാണിച്ച ആദ്യം കൊടുത്തല്ല. അയ്യോ, രണ്ടാമത്തെ മര്യാദ ഇത് തന്നിട്ടുള്ള എക്സ്പ്രഷൻ ആണോ അത്? അതോ ചൂട് ചൂട് ചൂടിന്റെ ചൂട് 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 എന്തുവാടാ ഉണ്ടാക്കിയത്? ചൂട് ചൂട്. ചൂടാണോ ഉണ്ടാക്കിയത്? അയ്യോ, സാധാരണ വൈച്ചേട്ടന് സരിയോടി ഉണ്ടാക്കുന്ന ഞങ്ങൾ ഇത്രയും തട്ടുകടയാണ്. കുറച്ച് ഇതൊക്കെ ഒന്ന് കൈ കിട്ടാൻ വേണ്ടി ഇരിക്കുകയാണ്. ടേസ്റ്റ് ചെയ്യ്. Taste ചെയ്യ്. ടേസ്റ്റ്. സൂപ്പറാ ചേട്ടാ, ഞാൻ ഇനി പോക്കോട്ടെ ഏ, ചേട്ടാ. നീ പോകരുത്, ഒരുപാട് പേര് വരും, അവരെല്ലാം വന്ന് നിനക്ക് എന്തെങ്കിലുമൊക്കെ തന്നിട്ട് പോകും. ഇച്ചിരി പുട്ട് തരും, അതാ നല്ല കോമ്പിനേഷൻ. പുട്ട് അടപ്പത്തിരിക്കാണ്. പുട്ടിന് ആവി വന്നില്ല. എന്ത് പറ്റിയത്? നന്നായിരിക്കണം. നന്നായാലും ചീത്തേ. അല്ല സാധാരണ ഇത്ര നന്നാവാറില്ല. അയ്യോ ചേട്ടാ, ഇതിൽ പഴമുണ്ട് ചേട്ടാ. പഴം പച്ചക്കായ. തിരിച്ചറിയാത്ത പഴമല്ല, കൊച്ചായ വാഴക്ക. ദൈവമേ. പഴുക്കാത്ത പഴം. ആ അതാ ഞാൻ ഉദ്ദേശിച്ചേ. നമുക്ക് പോവാം നമ്മുടെ ഇത് തിന്നണ്ടേ? കൊണ്ടുപോവാ. അതാണ് പോട്ടി. പോട്ടി അപ്പൊ അപ്പൊ നിങ്ങൾ പോട്ടി കൂടെ ഞങ്ങൾ പോണം. ഹലോ ചേട്ടാ ഞാനും വരട്ടെ ചേട്ടാ. നിർത്തിക്കോ ഞങ്ങൾ പോണം. അങ്ങോട്ട് വിടണ്ടേ? പിന്നെ കടയിലുള്ള സകല സാധനം തിന്നു തീർക്കണം. അവിടെ എങ്ങും വേണ്ട. പക്ഷെ എന്നിട്ട് വേണ്ട വേണ്ടെന്ന് പറയും. ഇല്ല ചൊറിയുന്നില്ല, അത് വേറെ ചൊറിഞ്ഞതാ. ആ, ആ. നല്ലതാ. നല്ലതാണോ? പുട്ട് വേണം. പുട്ടിപ്പ തരാം. പുട്ടിപ്പ തരാം, വെയിറ്റ് ചെയ്യും. കിഷോറേട്ടാ, അപ്സരേ, എന്നെ ഒന്ന് രക്ഷിക്കൂ. മിണ്ടിപ്പോകരുത്. എന്നെ രക്ഷിക്കൂ. അവിടെ ഇരുന്ന് ചേട്ടാ എന്നെ രക്ഷിക്കൂ ചേട്ടാ. ചേട്ടാ ഞാൻ മിണ്ടാണ്ടിരുന്നോളാം ചേട്ടാ, പ്ലീസ് ചേട്ടാ, എനിക്കിത് കഴിക്കണ്ട ചേട്ടാ. ഞാൻ അവിടെ മിണ്ടാണ്ടിരുന്ന ആ പോട്ടി മുഴുവൻ വെച്ചിട്ട് നിന്റെ കൊടൽമല ഞാൻ പുറത്തെടുക്കും. നിനക്ക് ഇവിടെ പുറത്തു പോകാനാണോ? അല്ല പെർമിഷന് വേണ്ടിട്ടാണോ? അല്ല ഞങ്ങളുടെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. പെർമിഷൻ എടുക്കാമെന്നാണോ? ചേട്ടാ ആ പൊക്കോ. പോരെ. ഇതാണ് ഈ അപ്രന്റീസും നമ്മൾ ഫിക്സഡ് ആയിട്ട് വെച്ച ആളുകൾ തമ്മിലുള്ള വ്യത്യാസം. ഞാന് മോള് taste ചെയ്യ്. ആദ്യമായിട്ടാ ഭർത്താവിനെ മസ്യത്താക്കാൻ വന്ന പെണ്ണിന് ബോട്ടി കൊടുത്ത് സൽക്കരിക്കുന്ന ഭാര്യ. ആരുടെ കുടല? അല്ല ഉണ്ടാക്കിയത് അങ്ങനെ കൊണ്ട് ഇയാളെ വെറുത്തോട്ടെ. ആ കഴിച്ചാ ടേസ്റ്റ് നോക്കെ പറ. പോട്ടിയുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ആ അത് പറ. നമ്മളൊരു ഉഴുന്നുവട ഉണ്ടാക്കി കൊടുത്താൽ അവർ പറയും മസാല ആര്യഭവന്റെ ഉഴുന്നുവട ആയില്ല. ഓരോ സിഗ്നേച്ചർ പോലെ. ആ അപ്പൊ അങ്ങനെയല്ല, നമ്മൾ ഉണ്ടാക്കി ഉഴുന്നുവട എങ്ങനെയാണ് നിങ്ങൾ നോക്കുക.
അതുപോലെയാണ് ഈ സാധനം. ഈ ബോട്ടിയുടെ തേങ്ങ പൊട്ടി ഇതാ ഇതാണ് ടേസ്റ്റ് taste. ഞാനൊക്കെ കഴിച്ചിരിക്കുന്ന ഈ ടേസ്റ്റ് തന്നെയാണ് പക്ഷെ ഞാൻ സത്യം തന്നെ പറയട്ടെ, ഒരു നുള്ളു ഉപ്പും കൂടെ വേണമെന്നാണ് എന്റെ അഭിപ്രായം. ഞാൻ ആലോചിക്കുന്നത് ഇതിനെ സ്ഥിരമാക്കണോ വേണ്ടത് വേണ്ട വേണ്ട പോട്ടെ 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 പോ, go, 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 ഞാൻ go. അത് നിങ്ങളത് തീരുമാനിക്കണത് കേട്ടോ. ആ ഇനി വീടില്ല ഇതിന് ഞാൻ വീഴില്ല പോട്ടീനെ കുറ്റം പറഞ്ഞില്ലേ പൊടി പൊട്ടി ഏട്ടന്റെ പോട്ടിയാണ് ഏറ്റവും നല്ല പോട്ടി. ചേട്ടാ ചേട്ടാ അവിടെ തന്നെ പോ ചേട്ടാ, ഇത് കൊള്ളൂല എല്ലാരും ആ പോട്ടിയും എടുത്ത് കഴിച്ച് നിന്റെ ഹസ്ബൻഡിനും ഇതിൽ നിറച്ച് അതിൽ ഐസ്ക്രീം ഉണ്ട്, അതിൽ ഇറക്കണ്ട വേറെ അപ്പൊ അതിൽ ഇത് ഐസ്ക്രീം ഉണ്ട്, അത് കളഞ്ഞു പറഞ്ഞാൽ ഇവിടെ ഉണ്ട്. ഞാൻ ആ ബോട്ടിൽ അത് നീ കഴിഞ്ഞ് നിറച്ച് ഇപ്പൊ ക്യാരറ്റ് കഴിഞ്ഞേ എന്തായാലും ഇനി ഇവരുടെ വേണ്ട വേണ്ട നീ നിറച്ചിട്ട് വന്നാൽ അതെ ഞങ്ങളുടെ പൊട്ടിയും പുട്ടും റെഡി.